ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ഓഫ് ഡേ ആയിട്ട് ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ട് പോകുക കേട്ടോ. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞാണ് പിറവത്തുനിന്ന് കുറച്ച് മാറി അണ്ടിച്ചിറ ഷാപ്പ് എന്ന് പറയുന്നൊരു ഷാപ്പിലെത്തി നമ്മൾ. ഞാനിതിന് മുമ്പും നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ഇതിപ്പം വൈഫും കൊച്ചൊക്കെ ആയിട്ട് ഒന്ന് വന്നതായിരുന്നു. അവരെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയും ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് എങ്ങനെയുണ്ടെന്നൊക്കെ അവർക്ക് അറിയിക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് വന്നതായിരുന്നു. കാണാനായിട്ട് അധികം വലിയ ഷാപ്പൊന്നുമല്ല, എന്നാലും ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്. ഇവിടെ നമുക്കിരുന്ന് കഴിക്കാനും ഇപ്പം കള്ള് വേണമെങ്കിൽ കള്ള് നമുക്ക് ഇവിടുന്ന് കിട്ടും. അല്ലാതെ ഫാമിലിയൊക്കെ ആയിട്ട് വേണമെങ്കിൽ കഴിക്കാനായിട്ട് ഈ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇതേ കാണുന്നത്. ഇതിനകത്ത് ഫാമിലി ആയിട്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാനും ഇതിനകത്താണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ഇരുന്ന് തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലുമായിട്ട് കഴിക്കാനുള്ള ഏരിയ ഉണ്ട്. നമ്മൾ കുറച്ച് ഫുഡെല്ലാം അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫുഡിൻ്റെ ലിസ്റ്റെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കേട്ടോ. നമ്മൾ രണ്ടുപേരേ ഉള്ളൂ, കൊച്ചും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് ഫുഡേ ഓർഡർ ചെയ്തുള്ളൂ. അധികം വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ ആവശ്യത്തിന് ഫുഡ് മാത്രമേ പറഞ്ഞുള്ളൂ. എല്ലാം കൂടെ കഴിച്ച് തീർക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും. കൊച്ചിനോട് നമ്മൾ എന്നാ ഫുഡ് വേണ്ടെന്ന് ചോദിച്ചപ്പം കൊച്ചു പറയാം കൊച്ചിന് ബിരിയാണി മതിയെന്ന്. ഞങ്ങൾ പറഞ്ഞു ഇവിടെ ബിരിയാണി കിട്ടത്തില്ല, നമുക്ക് ബിരിയാണി വേറെ കടയിൽ പോകുമ്പം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുക. നമ്മുടെ അന്നുവിന് ബിരിയാണി നല്ല ഇഷ്ടമുള്ളൊരു ഫുഡാണ് കേട്ടോ. പുള്ളിക്ക് എവിടെ പോയാലും ബിരിയാണി കഴിക്കുവാണെങ്കിൽ ഇത് തൃപ്തിയാണ്. നമ്മൾ രണ്ടുപേരെ കഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഫുഡ് കുറച്ചേ ഓർഡർ ചെയ്തുള്ളൂ. കപ്പ വാങ്ങി, പിടി മേടിച്ചു, പന്നി, ബീഫ്, പിന്നെ കാട ഫ്രൈ മേടിച്ചു, പിന്നെ ഇടിയിറച്ചി മേടിച്ചു കേട്ടോ. ഇടിയിറച്ചി നമ്മളങ്ങനെ അധികം കഴിക്കാത്തതുകൊണ്ടൊന്ന് മേടിച്ചായിരുന്നു. അപ്പം അത് മേടിച്ച് കഴിഞ്ഞപ്പം നമുക്ക് കഴിച്ച് മൊത്തം തീർക്കാൻ പറ്റിയില്ല. ഇച്ചിരി കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം പകുതിയേ കഴിച്ചുള്ളൂ. നമുക്ക് കുടിക്കാനായിട്ട് കള്ള് വേണ്ടവർ വേണമെങ്കിൽ അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കള്ള് നമുക്കിവിടെ കൊണ്ടുതരും. നല്ല പനങ്കള്ള് വേണമെങ്കിൽ അത് കിട്ടും. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഫുഡ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം നമുക്കിവിടെ കിട്ടും. എല്ലാം നല്ല ടേസ്റ്റോടെ കിട്ടും. പിറവം ടൗണിൽ നിന്ന് ഏകദേശം ഒരു 6.5 കിലോമീറ്ററാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. കാക്കൂർ എന്ന് പറയുന്നൊരു ഗ്രാമപ്രദേശമാണ് ഇത്. അവിടെ അടുത്തായിട്ടാണ് ഈ ഷാപ്പ്. കൊച്ചിനാണെങ്കിൽ കാട ഫ്രൈ ഒക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പുള്ളിക്ക് അതായിരുന്നു മെയിനായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്, വേറൊന്നും പുള്ളിക്ക് വേണ്ടായിരുന്നു. നമുക്കൊരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിനടുത്ത് തന്നെയാണ് അരീക്കൽ കേവ്, അരീക്കൽ വാട്ടർഫാൾസ്. അത് രണ്ടും നമുക്ക് കാണാനും അനുഭവിക്കാനും പറ്റിയ രണ്ട് സ്ഥലങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ വെള്ളച്ചാട്ടമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടമാണ് അവിടുത്തെ. നല്ല മഴയുള്ള സമയമാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ അരീക്കൽ കേവിൻ്റെ അവിടെ ഒരു കുളിക്കാനുള്ള ഏരിയയൊക്കെ ഉണ്ട്. അരീക്കൽ ഗുഹയുണ്ട്. അങ്ങനെ കാണാനായിട്ടൊക്കെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അരീക്കൽ കേവിലും അരീക്കൽ വാട്ടർഫാൾസിലും പോയ വീഡിയോസിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി അതൊക്കെ വീട്ടിലോട്ട് പോകുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ സ്ഥലങ്ങളും കൂടെ കവർ ചെയ്ത് എല്ലാവരും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മളുടെ ഈ പുതിയ ചാനൽ കണ്ട് ഇത്രയും നേരം സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കുന്നു.